എടി എടി മിന്നു, ഒന്ന് എഴുന്നേറ്റേ. എടി എടി മിന്നു, ഒന്ന് എഴുന്നേക്കാൻ. എന്തൊരു ഉറക്കം ഈ പെണ്ണ്. എണീക്കടി, എണീക്ക്. എന്താ അമ്മേ? അവരുടെ പേരെന്തോന്നാ പറഞ്ഞത്? ആരുടെ? ആ സ്ത്രീയുടെ. അമ്മ എന്ത് സ്വപ്നം കണ്ടോ? ഏത് സ്ത്രീ? എടി മറ്റേ, ഓ നീ പറഞ്ഞില്ലയോ അച്ഛനെ താങ്ങി പിടിച്ച ആ വീട്ടിലെ സ്ത്രീ? ഇത് ചോദിക്കാനാണോ എന്നെ നേരത്തെ വിളിച്ചുണർത്തിയത്? അമ്മക്ക് ഭ്രാന്ത. എടി എടി ഒന്ന് പറയടി. എടി ഒന്ന് പറ. വസുമതിന്ന് മറ്റോ ആണെന്ന് തോന്നുന്നു. വസുമതി വിലാസിനിന്ന് മതിയായിരുന്നു. എടാ വിഷ്ണു, നീ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് വരെ ഒന്ന് പോയിട്ട് വാ. ഏത് മനുഷ്യനാ ചേച്ചി? എന്റെ ഭർത്താവ്. അല്ലാതാരാ? എന്തിനാ? വിളിച്ചോണ്ട് വരാനാണെങ്കിൽ ചേച്ചി കൂടെ വരണം. നമുക്ക് രണ്ടരും കൂടെ ഒരു കാറ് പിടിച്ചോണ്ട് വിളിച്ചോണ്ട് വരാം. എന്റെ പട്ടി പോവും. എന്നാ പിന്നെ അത് മതി. പട്ടി ആകുമ്പോ കാറ് കൂരി എങ്ങനെ ലാഭമുണ്ട്. എടാ, ഒരു കൂടെപ്പിറപ്പ് ചങ്കുനൊന്ന് നിൽക്കുമ്പോ തമാശ പറയരുത്. അല്ലെങ്കിൽ എന്റെ വിധി ഇതാ. എനിക്ക് ആരുമില്ല, ഭർത്താവുമില്ല, അമ്മയില്ല, ബന്ധുക്കളുമില്ല. എന്റെ വിധി ഇതായി പോയല്ലോ. എന്റെ ദൈവമേ, എന്നെ ഇങ്ങനെ ഇട്ട് തരയിപ്പിക്കുന്ന എന്തിനാ? മതി മതി. വല്ല നെഞ്ചുവേനയും വന്നാ ചേച്ചി തന്നെ സഹിക്കണം. ഞാൻ പോയി സച്ചേട്ടനെ കാണണം, അത്രയല്ലേ ഉള്ളൂ. പോകാം പോരെ? അല്ല, എന്തിനാ പോകുന്നേ? അങ്ങനെ ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാണെന്ന് അതൊന്നു പോയി അന്വേഷിക്കണം. ആര് പറഞ്ഞു ചേച്ചിയോട്? അപ്പുക്കുട്ടന്റെ വർത്തമാനം കേട്ടപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാ. പക്ഷെ അവനാരാ മോൻ, ഒന്നും തെളിച്ചു പറയത്തില്ലല്ലോ. പിന്നെ മിന്നുവും പറഞ്ഞു, അവള് കൊച്ചു പെണ്ണല്ലേ, അവക്കിതൊന്നും മനസ്സിലാവത്തില്ലല്ലോ. എന്നാലും അവക്കു പോലും തോന്നി. അവള് പറയ എല്ലാം സഹിക്ക, ആ സ്ത്രീയുടെ പെരുമാറ്റം മാത്രം സഹിക്കാൻ വയ്യെന്ന്. അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലട വിഷ്ണു. എന്റെ ജീവിതം നശിപ്പിച്ചേച്ച് അങ്ങേരങ്ങനെ പുതിയ ഭാര്യയുടെ കൂടെ സുഖിക്കണ്ട. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നമുക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ചേച്ചി പോയി വിളിച്ചിട്ട് നീ സച്ചേട്ടൻ വന്നേനെ. അപ്പൊ പോയി വിളിച്ചില്ല, ചേച്ചിക്ക് പിടിവാശി. അങ്ങേര് ഇറങ്ങിപ്പോയതല്ലയോ, ഞാൻ എന്തിനാ പോയി വിളിക്കുന്നത്? പോയരങ്ങ് പോട്ടെ. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് വയ്ക്കണം. പോയവരങ്ങ് പോട്ട്. അവരെ കുറിച്ച് വെറുതെ എന്തിനെങ്ങനെ വേവലാതിപ്പെടുന്നത്? വിഷ്ണു, നീ എന്റെ വായിരിക്കുന്ന കേക്കല്ലേ. നിനക്ക് പറ്റുമെങ്കിൽ ഒന്ന് അവിടം വരെ പോയി കാര്യം അന്വേഷിക്കുക. അതാ വേണ്ടത്. ഞാൻ പോയി കാണാം, സംസാരിക്കാം. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്ണുവനെ, പറയാമോ മേ? നമ്മുടെ അതിരിലെ കുരുമുളക് മുഴുവനും വിളഞ്ഞു. നീ ആ പ്രഭാരണം ഒന്ന് വരാൻ പറ. വല്ല 10 രൂപ കൊടുത്താലേ അവനാവുമ്പം ഒന്നും കളയാതെ പറിച്ചു തരും. നീ എന്താടി രാവിലെ അവന്റെ മെക്കിട്ട് കയറാൻ നിൽക്കുന്നത്? നിനക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലേ? എനിക്കൊരു ജോലി തരാൻ വന്നാ ചേച്ചി, സച്ചേട്ടൻ ഏതോ സ്ത്രീയുമായിട്ട് അടുപ്പമാണെന്ന്, അത് പോയി അന്വേഷിക്കണമെന്ന്. നല്ല കാര്യമല്ലടി മോളെ, അവൻ അടുക്കട്ടെ. നിനക്കോ ഏതായാലും വേണ്ട. ഈ പ്രായത്തിൽ അവനും കാണൂല്ലേ മോഹങ്ങൾ? അമ്മൂമ്മേ, വെറുതെ തമാശ പറയാനുള്ള നേരമല്ല. എന്റെ ജീവൻ മരണ പ്രശ്നം. എന്തോന്ന് ജീവൻ മരണ പ്രശ്നം? എടി, അവൻ പോയി, നീ പോയി വിളിച്ചോ? ഇല്ല. വിളിക്കാൻ നീ തയ്യാറാണോ? ഇല്ല. പിന്നെ എന്തോ ആവട്ടെ. അങ്ങനെ വിട്ടാ പറ്റത്തില്ല. അങ്ങേരങ്ങനെ എന്റെ ജീവിതം തകർത്തിട്ടെ വേറൊരുത്തിയുടെ കൂടെ അങ്ങനെ സുഖിക്കണ്ട. നീ സുഖിക്കണ്ടെന്ന് പറഞ്ഞാ അവനത് കേക്കും. നടക്കണ കാര്യം വല്ലതും പറ കൊച്ചുമോളെ. ചേച്ചി, ഞാൻ എന്ത് ചെയ്യണമെന്നാ? സ്നേഹമുള്ള ആങ്ങളെയാണെ പോയി ചോദിക്കണോടാ. എന്റെ പെങ്ങളെ കണ്ണീര് ഉടിപ്പിച്ചേച്ച് വേറൊരുത്തിയെ കൂടെ സ്വീകരിക്കാൻ നാണമില്ലേ എന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. എന്താ, നിനക്ക് പറ്റുമോ? എന്നെ കൊണ്ടുവയ്യ. ആ മനുഷ്യനെ ഇറങ്ങിപ്പോയി. ഇപ്പൊ ആ വാടക വീട്ടിൽ താമസിക്കുന്നു. അങ്ങേർക്കും കാണും ഏകാന്തതയും സങ്കടവും. അപ്പൊ പിന്നെ ആദ്യം കണ്ടൊരു സ്ത്രീയുമായിട്ട് അടുത്തു. ചേച്ചിക്ക് വേണമെങ്കിൽ വിവാഹമോചനം നടത്തിയിട്ട് വേറൊരു കല്യാണം കഴിക്കും. മുഖത്ത് നോക്കി അനാവശ്യം പറയുന്നോടാ. ഇത് നല്ല കൂത്ത്. പട്ടി പുല്ല് തിന്നത്തുമില്ല, പശു തിന്നാൻ സമ്മതിക്കത്തുമില്ല. പിന്നെ സച്ചി നല്ല സുന്ദരൻ, ചെറുപ്പക്കാരൻ. അവനെ കണ്ട 10-40 തികഞ്ഞാരും പറയത്തില്ല. അപ്പൊ പിന്നെ ഇതുപോലെ ആരെങ്കിലും പെണ്ണുകള് നോക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. അവർക്കും ഒരു സന്തോഷം, അവനും ഒരു ആശ്വാസം. അമ്മ എന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? പൊണ്ണു ഊത്തി വ്രണമൊക്കെ നടക്കുന്നു.
എടാ വിഷ്ണു, നമുക്കൊരു കേസ് കൊടുത്താലോ? വിവാഹമോചനത്തിന് അല്ല, അങ്ങേരിങ്ങനെ വേറെ പെണ്ണുങ്ങളോട്. കോടതി നിന്നെ പിടിച്ച് അകത്തിടും, ഇങ്ങനത്തെ മണ്ടത്തനം എഴുന്നള്ളിച്ചോണ്ട് ചെന്ന. അപ്പൊ പിന്നെ വേറെ ഒരു മാർഗവും ഇല്ലേ? 3-4 മാർഗങ്ങളുണ്ട്. ഒന്നെങ്കിൽ നിന്റെ ഭർത്താവിനെതിരെ വിവാഹമോചനത്തിന് കേസ് കൊടുക്കാം, അല്ലേ നിന്റെ ഭർത്താവ് നിന്നെ പിരിഞ്ഞു താമസിക്കുന്നു, കോടതി ഇടപെട്ട് അങ്ങേരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കണം എന്ന് കേസ് കൊടുക്കാം. അതുമല്ലെങ്കിൽ കുറച്ച് പിള്ളേരെ ഏർപ്പാട് ചെയ്ത് അവനെ പോയി പിടിച്ചു കെട്ടി എടുത്തോണ്ട് വന്ന് നിന്റെ വീട്ടിലിടാം. അല്ലെങ്കിൽ ആ പെണ്ണും പിള്ളേക്കെതിരെ കേസ് കൊടുക്കാം. വിഷ്ണു, നീ പറയടാ, ചേച്ചിയുടെ സങ്കടം നീ ഒന്ന് മനസ്സിലാക്കടാ. ആ പിന്നെ ഒരു മാർഗം കൂടിയുണ്ട്. നല്ല ഒരു കത്തിയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് രണ്ടിനെ കുത്തി കൊല്ലുക, എന്നിട്ട് നേരെ ജയിലിലേക്ക് പോവുക. നിന്റെ കൊച്ചിന്റെ കാര്യല്ലേ ഉള്ളൂ, അവളെ അമ്മൂമ്മ നോക്കിക്കൊള്ളാടി. ഞാൻ അവളെ പൊന്നുപോലെ വളർത്തും. ചേച്ചി ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കലാണ്. സ്വന്തം ജീവിതമാണ് ചേച്ചി നശിപ്പിക്കുന്നത്. ഒരുമിച്ച് ജീവിച്ച രണ്ടുപേരെ അകന്നാൽ പിന്നെ ഓരോ ദിവസം കഴിയും തോറും അകലം കൂടി വരികയുള്ളൂ. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒന്ന് പ്രത്യേകം. കാണാതാവുമ്പോൾ സ്നേഹം മറക്കും. കാണുന്ന ഒന്നിനോടെ സ്നേഹവും അടുപ്പവും വിശ്വാസവും ഒക്കെ ഉള്ളൂ. എന്നാലും ആ മനുഷ്യൻ ചെയ്തത് ഓർക്കുമ്പോ ഞാൻ പറയാനുള്ള പറഞ്ഞു. ഇനി ചേച്ചിയുടെ ഇഷ്ടം. 12 കൊല്ലം കുഴലിലിട്ടാലും നിന്റെ പെങ്ങളുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കും. ഇങ്ങോട്ട് കേറി വാടാ, ഇങ്ങോട്ട് വാ. കേറിയിട്ട് കാര്യമൊന്നുമില്ല അമ്മച്ചി. അതെ, നമ്മുടെ പോളിങ് മോശം. ഈ ആഴ്ചയാണെങ്കിൽ തിങ്കളാഴ്ച ഹർത്താൽ, ബുധനാഴ്ച പണിമുടക്ക്, ഇന്നലെയാണെങ്കിൽ പാർട്ടി സമ്മേളനം. നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ പാവപ്പെട്ട കൊച്ചു കച്ചവടക്കാരല്ലേ. അവരുടെ കയ്യിൽ കാശ് വന്നാൽ വന്ന്, ഇല്ലെങ്കിൽ ഇല്ല. ഏതായാലും തിങ്കളാഴ്ചയോടെ സംഗതി ഒരു അരി കാക്കാം. സമാധാനമായിട്ടിരി. പിന്നെ കൊടുക്കാനാണെങ്കിൽ അമ്മച്ചിയുടെ വലിയ തുകയൊന്നും ഇല്ലല്ലോ. ഉള്ളത് മതി. അമ്മച്ചിക്ക് സമാധാനക്കേട് ഒന്നുമില്ല. കാശ് എന്റേതാണോ അതെന്റെ കൈ വന്നിരിക്കും. ഞാനിപ്പോ കാശ് ചോദിക്കാനല്ല നിന്നെ വിളിച്ചത്, വേറൊരു കാര്യം ചോദിക്കാനാ. ഇനി വാ വാ, ചോദിക്കട്ടെ. ദൈവമേ, ദേ അമ്മച്ചി രഹസ്യമല്ലോ ആന്നാ? എന്നോട് രഹസ്യം പറയല്ലേ. എൻ്റെ മനസ്സ് വളരെ ലോലോ. രഹസ്യം സൂക്ഷിക്കാനുള്ള ബലം ഒന്നും എൻ്റെ മനസ്സിനില്ല. എന്നാലും പറ, കേക്കട്ടെ, പറഞ്ഞോ. വേറെ ഒന്നും അല്ലടാ, നമ്മുടെ സച്ചിയെ കുറിച്ച് ഏതാണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അവൻ താമസിക്കുന്ന വീട്ടിലെ സ്ത്രീ ആരാ ആ പെണ്ണും പിള്ള? ആളുകള് വെറുതെ കാളെ പറ്റൂന്ന് കേട്ട് കയറെടുത്തതാണോ, അതോ അതിൽ വല്ല കാര്യമുണ്ടോ? സച്ചി അങ്ങനെ പെട്ടെന്നൊന്നും ഗുലുമാലിച്ചെന്ന് ചാടുന്നവനല്ല. എന്നാലും ആണുങ്ങളുടെ കാര്യല്ലേ. ആ ഇത്രേ ഉള്ള. ഞാൻ വിചാരിച്ച് എനിക്ക് ഏതാണ്ട കല്യാണാലോചനയാണെന്ന്. ഇത് നിസാരം, സിമ്പിള്. നമ്മള് വെറുതെ ഒന്ന് വട്ടിളക്കിയതല്ലേ. ആ പെണ്ണുമ്പിള്ള ഒരു പാവ. വയസ്സ് 10-50 കഴിഞ്ഞ്. ഇങ്ങേരവിടെ ഒറ്റത്തടിയായിട്ട് താമസിക്കുക. പെണ്ണുങ്ങളുടെ മനസ്സല്ലയോ. വല്ല കറിയോ കൂട്ടാനോ ചായയോ ഒക്കെ കൊണ്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. ഞാനിത് ഇവിടെ വിമല ചേച്ചിയെടുത്തൊന്ന് കൊളുത്തിയെന്നേ ഉള്ളൂ. സംഗതി ഏക്കുന്നെങ്കിൽ ആകട്ടെ എന്ന് വെച്ചു. പോയി അങ്ങേരെ കയ്യോടിങ്ങി വിളിച്ചോണ്ട് പോരട്ടെ എന്ന് വിചാരിച്ചു. ആ എനിക്കും അതങ്ങനെ തോന്നി. പിന്നെ ഒരു കാര്യം ഉണ്ടടാ അപ്പുക്കുട്ട, ഇതിപ്പോ കള്ളായിരുന്നാലും തൽക്കാലം സത്യമാണെന്ന മട്ടി തന്നെ ഇരിക്കട്ടെ. ഇവക്കെ ഒരു 2 കൊമ്പ് അല്ല 2.5 കൊമ്പ് കൂടുതലാ. അതൊന്ന് ഒടിച്ചിടാൻ ഇത് നല്ലതാ. ഓ, ഇനി നീ അവളെ കാണുമ്പം സച്ചി അവരുടെ കൂടെ പോയിന്ന് പറഞ്ഞാ മതി. അവളൊന്ന് ആദ്യം പിടിക്കട്ടടാ. ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ അല്ലാതെ ഇത് നേരെയാക്കാൻ പ്രയാസമുണ്ട്. എങ്ങനെയെങ്കിലും വിമലയും സച്ചി പിണക്കം തീർന്നു ഒന്നാവണം. അത് ഞാൻ ഏറ്റമ്മച്ചി. എന്നാലും ആ പെമ്പറന്നരെ കാണാൻ എങ്ങനെയാ? കാണാനെന്ന് ചോദിച്ചാ ആകെ കൂടി ഒരു ആനച്ചന്തം പോരെ നിറഞ്ഞു നിൽക്കും. അത് ശരി. അപ്പൊ പിന്നെ സച്ചിയുടെ മനസ്സിളകിയാലും കുറ്റം പറയാനാവില്ല. ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്കാണെങ്കിൽ ഒരു പാവം പിടിച്ച ദണ്ണക്കാരൻ ഭർത്താവും. അങ്ങാരൊരു മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടന്നുറങ്ങും. ഇവരാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പെരുമാറ്റം കാണുമ്പോൾ ഇത്തിരി വശപ്പശകായിട്ടൊക്കെ തോന്നും. ഒരു കൊഞ്ചലും ഒരു കുഴയിലും ഒക്കെ ഉണ്ട്. ആ
ശരി, എന്നാ പിന്നെ നീ ചെല്ല്. ഓ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആ കിട്ടേണ്ട ബാക്കി ഇനി വാങ്ങിച്ചോണ്ട് ഓ പോ. തിങ്കളാഴ്ച നോക്കിയാ മതി. ഉം. അമ്മേ. അനിയ ഏ? അനിയ അനിയനെ എനിക്ക് നിങ്ങളുടെ മോനാവുള്ള പ്രായമേ ഉള്ളൂ. പിന്നെ കുറച്ച് മുടി പോയെന്ന് വെച്ച് ഞാൻ ഇവിടുത്തെ വിഷ്ണുവിന്റെ ക്ലാസ്മേറ്റാ. തമാശ പറയാനല്ല വിളിച്ചത്. നീ ഇപ്പൊ ആരെ കുറിച്ചാ പറഞ്ഞോണ്ടിരുന്നത്? അത് പിന്നെ ആ സച്ചി ചേട്ടന്റെ ആരുമില്ല പറ. വീട്ടിലെ സച്ചി ചേട്ടന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ച്. ആ വിമലേച്ച് കേക്കണ്ട കേട്ടാ. വല്ല സത്യവും ഉണ്ടോടാ? എന്നൊക്കെ ചോദിച്ചാ ഒരു സുന്ദരിയായ സ്ത്രീയാണ്. പ്രായം ഒരു മധുരം 40, 41, 42. കാണുന്നവർക്കൊക്കെ മനസ്സ് നിറയുന്ന സ്നേഹം നിറഞ്ഞ പെരുമാറ്റം. ആ നല്ല പെരുമാറ്റമാണോടാ? എന്നൊക്കെ പറഞ്ഞ സ്നേഹം കൊണ്ട് നമ്മളെ മുക്കിക്കളയും. ആ മൂപ്പിന്നൊന്ന് പോയി കണ്ടു നോക്ക്. അപ്പൊ അറിയാം പ്രത്യേകത. മൂപ്പിന്നോ? ആ, നിന്റെ അച്ഛനാണടാ മൂപ്പിന്ന്. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. എന്റെ അച്ഛൻ മൂപ്പിന്ന് തന്നെ. എന്റെ അച്ഛനെക്കാട്ടി പ്രായം ഉണ്ടല്ലോ മൂപ്പിന്നിന്. മൂപ്പിന്ന പ്രായം 40, 41, 42. സ്നേഹം നിറഞ്ഞ പെരുമാറ്റം. സച്ചി, സച്ചി, ആരാ? എവിടുന്നാ? ഞാൻ സച്ചി ഇല്ലേ ഇവിടെ? സാർ ഓഫീസിൽ പോയല്ലോ. അല്ല മനസ്സിലായില്ല, എവിടുന്നാ വരുന്നേ? ഞാൻ അവന്റെ അമ്മാവനായിട്ട് വരും. അയ്യോ ആണോ? ഓ, അകത്തോട്ട് കയറി ഇരുന്നാട്ടെ. വരൂ. ഷോ, അമ്മാവും വരുമെന്ന് ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും തരാൻ കരുതി വെച്ചേനെ. അമ്മാവിന് കുടിക്കാൻ എന്താ? മോരും വെള്ളം അല്ലെ ചായ എടുക്കാം? അല്ലെങ്കിൽ പോയി ഹോർലിക്സ് എടുക്കട്ടെ? തിരക്ക് കൂട്ടണ്ട, ഞാൻ ഉടനെ ഒന്നും പോകുന്നില്ല. എന്നാ പിന്നെ കയറി ഇരുന്നാട്ടെ. വരൂ, ഇരുന്നാട്ടെ. ആ അതെ, സാറിന്റെ ബന്ധുക്കളാരും ജീവിച്ചിരിപ്പില്ലെന്നാ എന്നോട് പറഞ്ഞത്. സ്വന്തം അമ്മാവൻ തന്നെ ആണോ? സ്വന്തമാണോന്ന് ചോദിച്ചാ സ്വന്തം സ്വന്തം എന്ന് പറയുന്നത് അല്ല. പേരെന്താണെന്നാ പറഞ്ഞത്? വസുമതി. നല്ല പേര്, വസുമതി. കേട്ടാ തന്നെ ഒരു സുഖമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളിൽ ഒന്നാ ഈ വസുമതി. കല്യാണം കഴിക്കുമ്പോ വസുമതി എന്ന് പേരുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു മോഹം. അയ്യോ, അപ്പൊ ഇത്രയും പ്രായമായിട്ടും അമ്മാവന്റെ കല്യാണം കഴിഞ്ഞില്ലയോ? കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ കാര്യം സച്ചിയുടെ അമ്മാവനായിട്ട് വരുമെങ്കിലും എനിക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ. ആ വസുമതി എന്നെ ചേട്ടാ എന്ന് വിളിച്ചാ മതി. സച്ചി സാറിന്റെ അമ്മാവനാകുമ്പോ എനിക്ക് ആ ബഹുമാനം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, അമ്മാവന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? അത് പിന്നെ തുറന്നങ്ങ് പറഞ്ഞാൽ സുന്ദരികളായ സ്ത്രീകൾ എന്തെടുത്ത് തന്നാലും അതിനൊരു പ്രത്യേക രുചിയാണെന്നാ പ്രമാണം. വസുമതി എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. ഓ, ഞാൻ അതിന് വലിയ സുന്ദരിയാണോ? വേണ്ട കിടക്കുന്നു. ആനയ്ക്ക് അതിന്റെ ബലം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞതുപോലെ വസുമതി വസുമതി സുന്ദരിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ലോ. ഞാൻ വിശ്വസിക്കത്തില്ല. ഓ, ഒന്ന് ചുമ്മാ ഇരി അമ്മാവ. എന്നാ ഈ രാമകൃഷ്ണൻ നായർ പറയുന്നു വസുമതി സുന്ദരിയാണ്. സുന്ദരിയാണെന്ന് മാത്രമല്ല മതാലസയായ സുന്ദരി. എന്റെ ദൈവമേ, ഓ ഈ അമ്മാവന്റെ ഒരു കാര്യം. അല്ല, ഈ മസാലസ എന്ന് പറഞ്ഞാ എന്താ അമ്മാവ? മസാലസയല്ല, മതാലസ. മതം മതം എന്ന് കേട്ടിട്ടില്ലേ? അത് ഈ ആനയുടെ ആനയ്ക്ക് മതവളയെന്നൊക്കെ പറയുമല്ലോ. അതെ,
വസുമതിയെ പോലുള്ള സുന്ദരികളെ കണ്ടാൽ ആനയ്ക്ക് പോലും മതം പൊട്ടുമെന്ന അതിന്റെ അർത്ഥം. അല്ല, അമ്മാവനെ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അത് പിന്നെ ഈ സച്ചി ഒരു മണങ്ങൂസന. വസുമതിയുടെ മനസ്സിലെ വേദനയും ആശയും ആഗ്രഹങ്ങളും മനസ്സിലാക്കാൻ അവന് വിവരമില്ല. പക്ഷേ ഞാനങ്ങനെയല്ല, എനിക്ക് നോക്കി അറിയാം. വസുമതി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ വരാം. എന്താവശ്യത്തിനും ഞാൻ വരാം. എന്താവശ്യം അമ്മാവ? അതെ, എന്റെ ഭർത്താവിനെ ആശുപത്രി കൊണ്ടുപോകുക എന്നുള്ളത് ആകെയുള്ള ആവശ്യം. പിന്നെ ചോറ് കൊണ്ടുപോകണം, തുണി അലക്കണം. ഇതൊക്കെ അമ്മാവൻ ചെയ്തു തരുവോ? വസുമതി വിഷമിക്കണ്ട, ഇദ്ദേഹം ആശുപത്രിയിലായാൽ ചോറ് ഞാൻ കൊണ്ടുപോകാം. പിന്നെ രാത്രി ഒരു സഹായത്തിന് ഞാൻ കൂടെ വേണമെങ്കിൽ ഇവിടെ താമസിക്കാം. മനസ്സിലായില്ല. വസുമതിക്ക് മനസ്സിലായില്ലേ? ഓ, അതെ, ആദ്യം മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ആ, പക്ഷേ ഇപ്പൊ മനസ്സിലായി. അതെ, ഞാൻ എന്ത് തന്നാലും സ്നേഹപൂർവ്വം സ്വീകരിക്കുമെന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ അകത്തേക്ക് വന്നാട്ടെ, ആരും കാണണ്ട. വരൂ. അതെ അതെ, ഈ വക കാര്യങ്ങൾ പരമരഹസ്യമായിരിക്കണം. വന്നാട്ടെ, ആരും കാണണ്ട.